ഭവ്യ, ഞാൻ നിൽക്കുന്നത് സീതാറാമലിന്റെ ദേശത്തെ പുലിമടയിലാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പുലിമട ഉണർന്നു കഴിഞ്ഞു. പുലിമടയിലെ പുലികളെ ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ പുലികളും ആശാന്മാരുടെ മുമ്പിൽ ക്ഷമയോടെ നിന്നു കൊടുക്കുകയാണ്. മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ് ഈ ഒരു പുലിയുടെ രൂപത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷന് വേണ്ടത്. നമ്മളൊപ്പം ഈ ടീമിന്റെ ആളുകളൊക്കെ ചേരുന്നുണ്ട്. കേശദാസെ, അപ്പോൾ നമ്മൾ തുടർച്ചയായ 3ാം വർഷത്തിലേക്ക് അല്ലേ, ഒരു ഇടവേളയ്ക്ക് ശേഷം? തീർച്ചയായിട്ടും 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ്. എന്തൊക്കെയാണ് ഇത്തവണത്തെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന രഹസ്യങ്ങളൊക്കെ? രഹസ്യം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നമ്മൾ അതിൻ്റെ ഒരു പുതുമ നിലനിർത്താറുണ്ട്. അപ്പോൾ അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഈ വർഷം നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ LED-യുടെ ഒരു ഇതാണ്. അതായത് LED ഡിജിറ്റലായിട്ടുള്ള ഒരു പുലിവണ്ടി, അതൊരു പ്രത്യേകതയാണ്. LED പുലിവണ്ടി. അതുപോലെ തന്നെ പുലികളുടെ വസ്ത്രത്തിൽ LED ആയിട്ടുള്ള ഒരു വസ്ത്രം, ഇത് രണ്ടും നമ്മുടെ ഒരു പ്രത്യേകതയാണ് ഈ വർഷത്തെ. അതായത് അല്പം വൈകി കഴിഞ്ഞാലാണ് ഭംഗി കൂടുക. വൈകും തോറാണ് അതിന്റെ ഒരു ഭംഗി കൂടുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവും അവസാനം ഇറങ്ങുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് അത് ഏറ്റവും കൂടുതലായി ഇവിടുന്ന് 1:30-2 മണിക്ക് ഇറങ്ങില്ലേ? ഇവിടുന്ന് ഒരു 3 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. 3 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 5:30 കൂടിയിട്ടാണ് അവിടെ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. 51 പുലികൾ ഇറക്കുന്നു. പെൺപുലികൾ ഉണ്ടായിരിക്കും അല്ലേ? സിംഹങ്ങൾ ഉണ്ടാവുന്ന കേട്ടു. പെൺപുലികൾ സ്വാഭാവികമായിട്ടുണ്ട്. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഈ വർഷവും സിംഹങ്ങളുണ്ടെന്ന് കേട്ടു. അല്ല, 2 സിംഹങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കുട്ടിപ്പുലികളുണ്ട് 2 പേര്. അവരാണ് നിയന്ത്രിക്കുക, അവരാണ് ഫ്രണ്ടിൽ കളിക്കുക. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ആർട്ടിസ്റ്റിന്റെ മകൻ തന്നെയാണ്. അവൻ ഇപ്പം കഴിഞ്ഞ ദിവസം മനോരമയുടെ തന്നെ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും ബെസ്റ്റ് കിട്ടിയ ഒരു കുട്ടിയാണ്. കുട്ടിപ്പുലിയാണ്. അവൻ ഇപ്പോ 5ൽ പഠിക്കുന്നു. ഇല്ലേ, ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട്. നമുക്കറിയാം ഈ പുലികളുടെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ കുറെ കാലം മുമ്പുള്ളതാണ്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ രൂക്ഷമായതോടെയാണല്ലോ ഇതിന് മൊത്തം ഒന്ന് തളർന്നത്. ഇപ്പോൾ വലിയ ഒരു സപ്പോർട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തിന് വന്നപ്പോൾ ഒക്കെ കിട്ടുന്നത് എത്രമാത്രം സഹായകമാവുന്നുണ്ട്? അതായത് കഴിഞ്ഞ വർഷം നമുക്കറിയാം ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ ടൂറിസത്തിന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സൗത്ത് കൾച്ചർ സോണിന്റെ ഭാഗത്ത് നിന്ന് ഒരു 1 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ നിരന്തരമായി കേന്ദ്രമന്ത്രിയും MP-യുടെ അടുത്തും നിരന്തരമായി അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 3 ലക്ഷം പാസ്സായതായി അറിയാൻ കഴിയുന്നുണ്ട്. അത് കിട്ടാണെങ്കിൽ വലിയ സഹായകരമായും. പിന്നെ തൃശ്ശൂർ കോർപ്പറേഷനാണ് ഇതിലേറ്റവും സഹായകരമായ സാമ്പത്തികമായി സഹായകരമായ പങ്കുവഹിക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത്. അവർ നല്ല സഹായമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന്. എത്ര വരും ശരിക്കും? ഒരു 15 ലക്ഷം തൊട്ട് ഒരു 20 ലക്ഷം രൂപയാണ് നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. പലപ്പോഴും തികയാത്ത അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും തികയാത്ത അവസ്ഥയും വീട്ടിലെ അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ പണ്ടം പണയം വെക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടാണ് പല ടീമുകളും ഇതിൽ നിന്ന് മാറിപ്പോകുന്നത്. ഞങ്ങളും ഒരു 11 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പഠിപ്പിച്ച് 3ാമത്തെ കൊല്ലം നടത്താൻ സാധിക്കുന്നത്. മുഴുവൻ ആളുകളുടെയും ദേശനിവാസിന്റെ സഹായത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. വലിയ ചെലവുള്ള സംഭവമാണ്. നമുക്കിവിടെ മെയ്യെഴുത്ത് പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ചേട്ടാ, ഇതിപ്പോ ഏത് പുലിയാണ് വരയ്ക്കുന്നത്? ഇതിപ്പോ പുള്ളിപ്പുലി. പുള്ളിപ്പുലിയാണ്. എത്ര സമയമെടുക്കും പുലി ഇത് വരച്ചു തീർക്കണം? ഒരാളുടെ മേത്ത് നമ്മളൊരു ഫിഗർ വരയ്ക്കാൻ ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ടി വരും. പിന്നെ ഉണങ്ങാനാണ് ബാക്കി സമയം അല്ലേ? പിന്നെ അല്ല, അത് കഴിഞ്ഞാൽ ഒരു ഫിഗറിന്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഇത് ശരീരത്തിൽ കോട്ടിങ് വേറെ വരും. ഏകദേശം മൊത്തത്തിൽ 1 മണിക്കൂർ പിടിക്കും ഒരു പുലിക്ക്. എത്ര ലെയർ ഉണ്ട്? ഒരു ഫിഗറിലേക്ക് ഒരു 2 ലെയർ, അതേമാതിരി കോട്ടിങ്ങിന് 2 ലെയർ, പിന്നെ ഒരു ലെയർ സ്ട്രൈപ്പ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പുള്ളി, അതിനൊരു സ്റ്റെപ്പ് കൂടി അത് വരും. എത്രാമത്തെ വർഷമായി? ഞാൻ 45 കൊല്ലത്തോളം അതിന്റെ. അന്നത്തെ നിറങ്ങൾ ഇന്നത്തെ നിറങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? അന്നത്തെ നിറങ്ങളിലെ കൂട്ട് മിക്സിംഗ് ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ വരയ്ക്കുന്ന രീതികളൊക്കെ മാറി. പണ്ട് ശരീരത്തിൽ ഇതേമാതിരി ഈ മൃഗങ്ങളുടെ രൂപങ്ങളൊന്നും വരയ്ക്കാറില്ല. ദേവി ദേവന്മാരുടെയും പിന്നെ സൈഡ് സീൻസുകളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. മാല, അങ്ങനെയുള്ള സംഭവങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. പിന്നെ അത് പരിണാമപ്പെട്ട് ഇത് ഇതിലേക്കെത്തി. നല്ല മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നല്ലതാണോ അതോ ഒഴിവാക്കേണ്ട മാറ്റങ്ങളുണ്ടോ? നമ്മൾ അപ്ഡേഷൻ ചെയ്യാന്ന് പറയില്ലേ, അതന്നെ സംഭവം. അപ്ഡേഷനായിട്ട് വരണല്ലോ, അല്ലാണ്ട് ഡബിളായിട്ട് പോയില്ലേ. അത് ഇങ്ങനെ നല്ലതായിട്ട് വരണല്ലോ, അതായത് സ്ഫുടം ചെയ്ത് വരണല്ലോ. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് പെയിന്റൊക്കെ മണിക്കൂറുകൾ അരച്ചെടുത്തിട്ടാണ് തേക്കുന്നത്. ഇപ്പോഴും അവിടെ അമ്മിരിക്കുന്നുണ്ട്. പണ്ടത്തെ അതേ സിസ്റ്റത്തിലല്ലേ പെയിന്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പെയിന്റ് വാർണിഷിൽ മിക്സ് ചെയ്ത് അരച്ച് പാകപ്പെടുത്തിയിട്ടുള്ള പെയിന്റുകളതൊക്കെ
അല്ല, ശരിക്കും എല്ലാവർക്കും സംശയം എന്താ വെച്ചാല് ഇതിപ്പോ ചുമരമിലടിക്കുന്ന പെയിന്റ് അതിലല്ലോ അടിക്കുക. കാരണം നമ്മൾക്കൊക്കെ ദേഹത്തടിക്കുമ്പോൾ വേർപ്പ് വരും, അപ്പൊ അത് പോകുന്ന അവസ്ഥ ഉണ്ടാവും, വേർപ്പ് ഗ്രന്ഥികളൊക്കെ തടയും. അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഇത് അടിച്ചു കഴിഞ്ഞാല്? അതിന് വേർപ്പ് ഗ്രന്ഥി ഒരിക്കലും അടയില്ലാന്ന് തോന്നുന്നു. ഇവര് ഇത് വേഷിട്ട് കഴിഞ്ഞാലും വേർപ്പ് വരും. അതിനാണ് പാനിട്ട് കൊടുത്താണത് വേർക്കാതിരിക്കാൻ. ആ വേർപ്പ് ഇതിന്റെ മുകളിൽ അതിന്റെ ഹോൾസുകൾ ഓപ്പണിലേക്ക് വരും, ഓട്ടോമാറ്റിക്കായിട്ട്. കഴുകിക്കളയാനാണ് വലിയ പാട്. ഏറ്റവും ബുദ്ധിമുട്ട് കഴുകികളയാനാ. ഈ വരക്കിനൊക്കെ പാടാണല്ലേ? അതെ അതെ അതെ. എത്ര അപ്പൊ നാളെ രാവിലെ മിക്കവാറും അല്ലേ? എന്താണ് ചേട്ടൻ എത്രാമത്തെ വർഷം പുലിയായിട്ട്? ഞാൻ ഇപ്പൊ 7ാമത്തെ തൊട്ടോ. 7ാമത്തെ വർഷം. 2 കൊല്ലം ഇവിടെ. ഈ ഒരു ദേശത്തിന് വേണ്ടിയാണല്ലേ? അല്ല ഇവിടെ 2 കൊല്ലം. അവിടെ നമ്മളെ ഈ സീതാറാമലിന്റെ പുലിയുടെ. 2 കൊല്ലം. അപ്പൊ ഏത് പുലിനെ എന്ന് കെട്ടുന്നത്? പുള്ളിപ്പുലി. പുലിപുലി. എന്താണ് ഈ ഒരു വേഷം കെട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു തോന്നല്? ഒരു ഇത് ഹരം. ഹരാണ്. 7 കൊല്ലം ഞാൻ ഇവിടെ വേഷടാൻ തുടങ്ങിയിട്ട് തൃശ്ശൂർ ജില്ലയിൽ 7 കൊല്ലം. പിന്നെ പോലെ ഉത്തരാഖണ്ഡിന്റെ അന്ന് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ 2 അന്ന് പരിപാടി ഉണ്ടായിരുന്നു. ഒക്കെ ഇവരായിട്ട് തന്നെയാ. സത്യത്തില് നമുക്ക് ഈ ഒരു പുലിക്കളി കഴിഞ്ഞാലും ഇതേ ഒരു വൈബിൽ ഇങ്ങനെ പോകാൻ പറ്റും അല്ലെ? പലയിടത്തും ഉത്സവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അല്ലെ? പണ്ടത്തെക്കാട്ടിലൊക്കെ ആളുകൾ പുലിക്കളിയെ സ്വീകരിച്ചു തുടങ്ങി അല്ലെ? ഇപ്പൊ എല്ലാവരും ഇതിനെ ആയി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ എനിക്ക് അത്യാവശ്യം വയറൊക്കെ ഉണ്ട്. നമ്മൾ ഈ വയറ് ആൾക്കാരാണ് ഈ വയറൊക്കെ കുറച്ചുകൂടെ ചോദിക്കും. പക്ഷെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ചോദിക്കുന്നവരെ തല്ലും. ഇവിടെ വയറ് പൗരുഷത്തിന്റെ ലക്ഷണമാണ്. ലക്ഷണമാണ്. അതൊക്കെ പണ്ട്. ഇപ്പൊ എല്ലാരും അങ്ങനെയൊന്നും ഇല്ല. ഇതിപ്പോ ഇതിനു വേണ്ടിട്ട് ആരും വയറ് ആക്കണവരില്ല. വയറുള്ളവർ തന്നെ ഉണ്ട്. അങ്ങനെ തന്നെ ഇപ്പൊ നമ്മളും എനിക്ക് ആശുപത്രി പണിയാണ്. നമുക്ക് വയറുകൊണ്ടൊരു യാതൊരു ബുദ്ധിമുട്ടില്ല. വയറന്മാർക്ക് അംഗീകാരം കിട്ടുന്ന ദിവസം കൂടിയാണ് ഈ പുലിക്കളി ദിവസം. ഇന്നത്തെ ഒരു ദിവസം നമുക്കിവിടെ കാണാം. ഇവിടെയും നിറഞ്ഞ് പുലികളൊക്കെ പല നിറത്തിലുള്ള പുലികൾ, അവർക്ക് വേണ്ടിയുള്ള നിറങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു പുലിയുടെ പുറത്താണ്, മുഖം വരച്ചിട്ടില്ല. എടാ ഇവിടെ ഏത് പുലിയുടെ നമ്മളേത് പുലി വിളിക്കുന്നത്? പുള്ളിപ്പുലിയാണ്. ഈ എപ്പോഴാ ചിത്രം വരച്ചോ? അടുത്ത ചേട്ടനാണോ? ആദ്യം പുറത്താണ് അടിക്കുന്നത്? കോട്ട് ചെയ്ത് തുടങ്ങിയതിനു ശേഷം. എന്താണ് ചേട്ടന്റെ പേരെങ്ങനെയാണ്? അക്ഷയ്. എത്ര വർഷമായി ഇപ്പോ? 2ാമത്തെ വട്ടം. 2ാമത്തെ വർഷമാണ്. എന്താണ് ഈ പുലിവേഷം കെട്ടാനുള്ള ഒരു കാരണം? ഒരു ഇത് പുലിക്കളി കളിക്കണതാണ്. ഭാഗം അവിടെ നിന്നുള്ളതാണ്. എവിടെ? നാട് തൃശ്ശൂരാണ്. നന്ദികരനാ, തൃശ്ശൂർ. നമ്മളിത് കണ്ടു വളർന്ന ഒരു കലാരൂപമായതുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഗമാവുന്നു. ആവണു. എങ്ങനെയാണ് പണ്ടൊക്കെ പുലിക്കളിക്ക് വന്നിട്ടുണ്ടോ? നിന്നിട്ടുണ്ട്, കുറെ കളി പോയിട്ടുണ്ട്. ഇതിവിടെ 2ാമത്തെ വട്ടമാണ്. അച്ഛനും കൂടി ഉണ്ട്. അച്ഛൻ അവിടെ ഉണ്ട്, ബാക്കിൽ വായിക്കുന്നുണ്ട്. ആദ്യമായിട്ട് 2ാമത്തെ വട്ടമാണ് കളിക്കാൻ പോകുന്നത്. ഇതിപ്പോ കണ്ണൂർക്കൊക്കെ വളരെ എളുപ്പമാ തോന്നും. പക്ഷെ നാളെ രാവിലെ വരെ നമ്മൾ ഇതിന്റെ ഒരു പ്രയത്നമാണ് അല്ലേ? ഇത് ശരിയായി ലെവല് കപ്പെടുക്കാനാണ് ചിന്തയില്. നമ്മൾ വയറ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കേൾക്കുകയാണ് അതോ? അല്ല. ഓക്കെ, ഇതാ ഇവിടെ തിരക്കിങ്ങനെ കൂടി വരികയാണ്. നമുക്ക് ഇത് വനിതാ പുലി വരുന്നുണ്ട്. വനിതാ പുലി വരുന്നുണ്ട്. എല്ലാ വർഷവും ഈ പുലികളുടെ ഭാഗമാണ്. നമസ്കാരമുണ്ട്. നമ്മളിപ്പോ തുടർച്ചയായി 3ാം വർഷമാണ് വനിതാ പുലിയായിട്ട് വേഷം കെട്ടാൻ വരുന്നത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മുമ്പത്തെ അനുഭവങ്ങളൊക്കെ? അടിപൊളി. അത് അടിപൊളി ആയതുകൊണ്ടല്ലേ നമ്മൾ വീണ്ടും ഇറങ്ങുന്നത്. ആദ്യമൊക്കെ വനിതകൾ പുലിവേഷം കെട്ടുമ്പോ വനിതകൾ വേഷം കിട്ടുമെന്ന ചോദ്യം ആദ്യം കേട്ടിട്ടുണ്ടാവും അല്ലെ? മുമ്പൊക്കെ ഉയർന്നത്. ഇപ്പൊ എങ്ങനെയാ അതൊക്കെ ആയിട്ട് ആളുകളൊക്കെ പൊരുത്തപ്പെട്ടു? പിന്നെ തീർച്ചയായിട്ടും പൊരുത്തപ്പെട്ടു. ഒരുപാട് പേര് വരട്ടെ, പെൺപിള്ളികളായിട്ട് ഒരുപാട് പേര് ഇറങ്ങട്ടെ. ഈ വനിതാ പുലി ആദ്യം പങ്കെടുപ്പിക്കുന്നതിന് കുറച്ച് ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇവര് ഫസ്റ്റ് അയ്യന്തോൾ ടീമായിട്ടാണ് 3 കൊല്ലം മുമ്പ് അയ്യന്തോൾ ടീമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു നിമിഷത്തിൽ തലേ ദിവസം അവരടുത്ത് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു സംഭവം വന്നു. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ നമ്മളുമായി ബന്ധപ്പെട്ടു. അപ്പോൾ വനിതാ പ്രാതിനിധ്യം എപ്പോഴും എല്ലാത്തിലും നമ്മൾ സംവരണമടക്കം 50% സംവരണം എടുക്കാൻ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് ഇവരെ അവഗണിച്ച നിലയ്ക്ക് ഇവർ നമ്മളെ സമീപിച്ചപ്പോൾ നമ്മൾ ഇരു കൈയോടുകൂടി സ്വീകരിച്ചു. അതിന്റെ കമ്മിറ്റ്മെന്റ് ആണ് ഈ 3ാം വർഷം നിമിഷ വിനോദ് ഇവിടെ പിരിച്ചുവിടുന്നോളം വരെ ഞാൻ ഇവരുടെ ഉണ്ടാവും. ശരിക്ക് സാധാരണ മണിക്കൂറുകൾ നീളുന്ന ഒരു അധ്വാനമാണുള്ളത്. എങ്ങനെയാണ് ഇതിനെ ആസ്വദിക്കുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുലികളി. ഞാൻ കുറെ വർഷങ്ങളായിട്ട് പുലികളി കാണുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇവരുടെ കൂടെ ഇറങ്ങാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് അതിനൊരു അവസരം തന്നത് സീതാറാം വിലുദേശക്കാരും ഒരു ടീംസൊക്കെയാണ്. അത് മാത്രമല്ല ഇരുകൈ നീട്ടി നമ്മളെ സ്വീകരിച്ചു. അവരുടെ കൂട്ടത്തില് നമുക്ക് ഭയങ്കര ഫ്രീഡം ആയിട്ട് അവരെ പോലെ ഒരു വ്യക്തിയായിട്ട്, അത് പെണ്ണെന്നൊരു നിലയ്ക്കല്ല, അവരുടെ കൂടെ ഒരാളായിട്ട് തന്നെ നമ്മളെ അവർ ചേർത്ത് നിർത്തി
ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ്. അതെ, തീർച്ചയായിട്ടും. ഏത് വേഷമാണ്, ഏത് പുലിയുടെ വേഷം ഇത്തവണ അത് നമ്മുടെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റിനെ അറിയത്തുള്ളൂ. അതെ, അതൊക്കെ സസ്പെൻസ് ആണ്. അതെ അതെ. അപ്പൊ ഒരു മണിക്കൂറുള്ള നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്താം. എന്നാണെങ്കിലും പുലിമടകള് ഉണർന്നു കഴിഞ്ഞു, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പുലികളായി ഓരോ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇനിയുള്ള മണിക്കൂറുകളിൽ ആരാണ്, ഏത് പുലിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്നാണെങ്കിലും പുലിമടകളിലെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ പുലിമടകളിൽ പുലികൾ ഒരുങ്ങുകയാണ്. ഭവ്യ, അതാണ് അനുബോധ. ഇവിടെയും വ്യത്യസ്തമായ പുലികളുണ്ട്. അത് മാത്രം ഒരു അച്ഛൻ പുലിയും ഒരു മകൻ പുലിയും ഉണ്ട്. നമുക്ക് അവരിലേക്ക് വരണം. അതോടൊപ്പം തന്നെ ഇതാ വ്യത്യസ്തമായിട്ട് വെള്ളപ്പുലികളൊക്കെ ഉണ്ട്. ആ വെള്ളപ്പുലിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, അവരേക്കൊക്കെ വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് വളരെ വേഗം ചെറിയൊരു ഇടവേള എടുത്ത് വളരെ വേഗം ഈ പുലികളുടെ പുലികളുടെ വിശേഷങ്ങളിലേക്ക് എത്താം. ഷോർട്ട് ബ്രേക്ക്.